2004 റിലീസ് ചെയ്ത മാമ്പഴക്കാലത്തിനു ശേഷം മോഹൻലാലും ശോഭനയും ജോഡികളായി അഭിനയിച്ച ചിത്രമാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ എത്തിയ തുടരും. 20 വർഷത്തിനു ശേഷം ഇരുവരുടെയും കൂട്ടുകെട്ടിൽ ഒരു ചിത്രമെത്തുന്നു എന്നത് തന്നെയായിരുന്നു തുടരുമിലുള്ള പ്രേക്ഷകരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും. മോഹൻലാൽ ഷൺമുഖനായും ലളിത എന്ന കഥാപാത്രവുമായും ശോഭനയും എത്തിയ ചിത്രം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. പഴയ മോഹൻലാൽ ശോഭന ചിത്രങ്ങൾ കാണുന്ന അതേ ആവേശത്തിലാണ് തുടരും എന്ന ചിത്രത്തെയും ആരാധകർ ഏറ്റെടുത്തത്. മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ ഒരു ചിത്രം എത്തിയതോടെ ഇനി എന്നാണ് ഉർവശിയുമായി ഒരു സിനിമ മോഹൻലാൽ ചെയ്യുന്ന എന്ന ചോദ്യം ഉയർന്നിരുന്നു. ആ ചോദ്യത്തിന് മറുപടി നൽകിയാണ് നടി ഉർവശി. ശോഭനയുടെ കൂടെ അഭിനയിക്കാൻ തന്നെ 20 വർഷം എടുത്തില്ലേ എന്നും പ്രായവും ശാരീരികമായ മാറ്റവും ഒരു സിനിമ സംഭവിക്കുന്നതിൽ പ്രധാന ഘടകമാണെന്ന് ഉർവശി പറയുന്നു. എല്ലാവരും എല്ലാ സമയത്തും നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് ഇത്. ഞാൻ ഏറ്റവും കൂടുതൽ നായികയായി അഭിനയിക്കുന്നതും അങ്ങനത്തെ രീതിയിലുള്ള സിനിമകൾ ചെയ്തിരിക്കുന്നതും ലാലേട്ടന്റെയും ജയറാമിന്റെയും കൂടെയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട്. പക്ഷെ ശോഭനയുടെ കൂടെ അഭിനയിക്കാൻ തന്നെ 20 വർഷം എടുത്തു എങ്കിൽ അങ്ങനെ ഒത്തുവരണ്ടേ? നമുക്ക് ശാരീരികമായിട്ടും പ്രായം കൊണ്ടുമൊക്കെ മാറ്റത്തിനനുസരിച്ച സിനിമകൾ വരണം. കുടുംബ ചിത്രങ്ങളും നല്ല രീതിയിൽ ഏറ്റെടുത്താൽ വിജയിക്കും എന്നതിന്റെ തെളിവാണ് ഈ സിനിമ. അത്തരം സിനിമകൾ സ്വീകരിക്കപ്പെടും. അത്തരം സിനിമകൾ ഓടട്ടെ. അപ്പോൾ നമുക്കും ഒരു പോസിറ്റീവ് എനർജിയാണ്, ഉർവശി പറഞ്ഞു. ഇന്ന് സിനിമകൾക്കെതിരെ ചില കോണുകളിൽ നിന്നുണ്ടാകുന്ന വിമർശനങ്ങൾക്കെതിരെയൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി സംസാരിച്ചു. ഭയങ്കര സെൻസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. എന്തു പറഞ്ഞാലും അത് വിവാദമാകുമോ, ട്രോൾ ആകുമോ, ഇങ്ങനെയൊക്കെ നോക്കിയൊക്കെ സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആലോചിക്കുകയായിരുന്നു, ചന്തുവിനെയൊക്കെ എടുത്ത് വിജയിപ്പിച്ചവരാണ് നമ്മൾ. വടക്കൻ വീരഗാഥ എന്ന ചിത്രം കാലഘട്ടങ്ങളായുള്ള നമ്മുടെ വിശ്വാസങ്ങളൊക്കെ മാറ്റിമറിച്ചു വന്ന ഒരു സിനിമയാണ്. ഒരു എഴുത്തുകാരനോടുള്ള നമ്മുടെ ആദരവ്, അത് എടുത്തു പരിപ്പിച്ച സംവിധായകൻ, അത് അഭിനയിപ്പിച്ചു പരിപ്പിച്ച നടൻ. വടക്കൻ വീരഗാഥയിൽ നമ്മൾ കണ്ട ചന്തുവല്ലല്ലോ അതുവരെ നമ്മൾ കേട്ട ചന്തു. അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്ന ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം. ഒരു ചരിത്രത്തെ തന്നെയാണ് മാറ്റിമറിച്ചത്. ഇനിയുള്ള കാലം അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ഇവിടെ പ്രേക്ഷകരല്ല ശരിക്കും വിമർശനങ്ങൾ പറയുന്നത്. പ്രേക്ഷകരാരും ഇത്തരത്തിൽ റീകട്ട് ചെയ്തിട്ടില്ല, ഉർവശി പറയുന്നു.